ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കാസർഗോഡ് ഈ ചുള്ളിത്തട്ട് കൊന്നക്കാട് സൈഡിലുള്ള 3 വാട്ടർഫാൾസാണ്. വെള്ളച്ചാട്ടം വലുതൊന്നുമല്ല, പക്ഷേ നമുക്ക് ഈ റെയിനി സീസണിൽ ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റുന്ന വലിയ റിസ്ക് ഇല്ലാത്തൊരു 3 വെള്ളച്ചാട്ടമാണ് കേട്ടോ. അതും കുറച്ച് അടുത്തടുത്താണ്. കാസർഗോഡാണ് എൻ്റെ വീട്. ഞങ്ങൾ ഇവിടെ ചുള്ളിത്തട്ട്, ഇപ്പം ഞാൻ ഈ കാണിച്ചത് ചുള്ളിത്തട്ടിലെ വെള്ളച്ചാട്ടമാണ് കേട്ടോ. ഇത് റോഡ് സൈഡിലാണ്, നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ കാണാൻ പറ്റും. നല്ല രസമാണ്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അത്ര എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് വേറെ സ്ഥലത്തേക്ക് പോകുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് താഴെ വേറെ 2 വെള്ളച്ചാട്ടം ഉണ്ടെന്ന് അറിഞ്ഞത്. ഇത് അശോകച്ചാലാണ് കേട്ടോ. അശോകച്ചാൽ വെള്ളച്ചാട്ടമാണ്. ഇവിടെ വേറെ ആരും ഇല്ലായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് ഇപ്പം നമ്മൾ ഇറങ്ങുമ്പോൾ കുട്ടികളെ ഒന്നും കൊണ്ടാകാതെ നോക്കുക കേട്ടോ. എൻ്റെ മോൾ അവിടെ സൈഡിൽ തന്നെ ഇരിക്കുമായിരുന്നു. അവളെ കൊണ്ടുപോകാൻ പറ്റില്ല, ഭയങ്കര റിസ്ക്കാണ്. കാരണം ഭയങ്കര ഒഴുക്കാണ് വെള്ളത്തിന്, ഭയങ്കര ഒരു ഫോഴ്സിലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ അച്ചങ്കല്ല്. ഇതാണ് അശോകച്ചാൽ വെള്ളച്ചാട്ടം. അച്ചങ്കൽ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാസർഗോഡ് അടുത്താണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു വെള്ളച്ചാട്ടം കാണണം, അങ്ങനെ ഒരു ആംബിയൻസ്, കുറേ ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു കേട്ടോ. ഇത് നല്ലതായിരുന്നു. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് അച്ചങ്കൽ എന്ന് പറയുന്ന വെള്ളച്ചാട്ടം. ഇതൊക്കെ കൊന്നക്കാട് ഏരിയയിൽ വരുന്നതാണ്. ഇത് ഒരു രക്ഷയില്ല, സൂപ്പറായിരുന്നു. നമുക്ക് അതിൻ്റെ ഞങ്ങളുടെ ഭാഷയിൽ മറ്റേ വെള്ളം ഇങ്ങനെ അടിക്കുന്ന എറിച്ചിലടിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം അത്രയും എറിച്ചിലടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഭയങ്കര ഫോഴ്സാണ് വെള്ളത്തിന്. അപ്പോൾ ഇറങ്ങുമ്പോൾ കുട്ടികളെ കൊണ്ടൊന്നും ഇറങ്ങാതിരിക്കാൻ സൂക്ഷിക്കുക. പിന്നെ നമ്മൾ ആ മറ്റേ ഏപ്രിൽ പോലെ ഇടുന്ന റെയിൻകോട്ട് ഇടുന്നത് കൊണ്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ ഫുള്ള് നനയും എന്തായാലും. വെള്ളത്തിൽ ഇറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞു വന്ന് ഞാനായിരുന്നു, പക്ഷെ മൊത്തം നനഞ്ഞു. പിന്നെ ഇവിടെ നമുക്ക് ചൂട് ചായയും പഴംപൊരിയും പരിപ്പുവട, ഉള്ളിവട, അട, അങ്ങനെ ചെറിയ 2 കടയുണ്ട് കേട്ടോ, ചായക്കടയുണ്ട്. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടാണ്, കാരണം ഓൾറെഡി 2 വെള്ളച്ചാട്ടം കണ്ടതിൻ്റെ ക്ഷീണത്തിന് ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ മൂന്നാമത്തെ സ്ഥലത്തേക്ക് പോയത്. ഇവിടെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഞാൻ അശോകച്ചാൽ അങ്ങനെ അധികം ആൾക്കാർ വന്നിട്ടില്ല. ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, ഇഷ്ടം പോലെ ആൾക്കാർ. അപ്പോൾ ഇതാണ് എനിക്ക് തോന്നുന്നത് മെയിനായിട്ടും എല്ലാവരും വരുന്നൊരു പ്ലേസാണിത്. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഈ ചേട്ടനോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ ഇറങ്ങാൻ നോക്കി, പക്ഷേ എനിക്ക് ഇറങ്ങാൻ പറ്റുന്നേ ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ വന്ന കസിൻസൊക്കെ അവരൊക്കെ ഇറങ്ങി കേട്ടോ. ഭയങ്കര ഫോഴ്സിൽ വരുന്നതുകൊണ്ട് നമുക്ക് ശരിക്കും കുറേ ആൾക്കാരുണ്ടായിരുന്നു ഒത്തിരി എൻജോയ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഇത് അച്ചങ്കല്ല് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ 3 ലൊക്കേഷനിൽ നിങ്ങൾക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ലൊക്കേഷനൊക്കെ നോക്കി കൊന്നക്കാട്, അല്ലെങ്കിൽ ഇവിടെ ആരുടെങ്കിലൊക്കെ ചോദിച്ചാൽ അവരാണെങ്കിൽ പറഞ്ഞു തരും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ്. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, അതും നല്ല ഫോട്ടോസ്, മീൻസ് നമുക്കൊരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു കേട്ടോ. കുട്ടികളെ കൊണ്ട് പോകാതിരിക്കുക, കാരണം റിസ്ക്കാണ്. പിന്നെ ചെരുപ്പുകളൊക്കെ സൂക്ഷിക്കുക. നമ്മളിങ്ങനെ ചവിട്ടുമ്പോഴത്തേക്ക് ഇവിടെ 3rd ഞാൻ പറഞ്ഞില്ല, അച്ചങ്കല്ലിൽ നല്ലോണം കല്ല് സ്ലിപ്പാകുന്നുണ്ടായിരുന്നു. പക്ഷേ അശോകച്ചാലിൽ അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു, വെള്ളത്തിന് കുറച്ച് ഫോഴ്സ് ഉണ്ടായിരുന്നേ ഉള്ളൂ. അപ്പം ഇതാണ് കാരണം ഞാൻ കുറേ ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്തപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചു ഇതെവിടെയാണ് ലൊക്കേഷൻ എന്നൊക്കെ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടുന്നുണ്ടോ, ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടോ, ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടത്. അപ്പം അല്ലെങ്കിൽ വരാൻ സാഹചര്യം ഉണ്ടെങ്കിൽ വരിക, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.